ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധിയുടെ പുണ്യവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ഒരാഘോഷമാണ്, ഒരു ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണമാണ്. എന്നാൽ അതിലെല്ലാം ഉപരിയായി ക്രിസ്മസ് എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവമായി മാറുന്നുണ്ടോ? ക്രിസ്മസിന് നാം പുൽക്കൂടൊരുക്കാറുണ്ട്. എന്നാൽ രക്ഷകൻ പിറക്കാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്കുണ്ടാകുമ്പോഴാണ്, ക്രിസ്തുവിൽ ഞാൻ വീണ്ടും പിറക്കുമ്പോഴാണ് ക്രിസ്മസ് എൻ്റെ ജീവിതാനുഭവമായി മാറുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദേവാലയം വിശുദ്ധിയുള്ള മനുഷ്യഹൃദയമാണ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരാനും സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം. എന്നാൽ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യനിന്റെ ഏകനാണ്, അസ്വസ്ഥനാണ്. ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു. സന്തോഷം വറ്റിപ്പോകുന്നു. ജീവിതത്തിൽ നിരാശ അനുഭവിക്കുമ്പോൾ ദൈവം കൂട്ടിനുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാകുമെന്ന ആശംസയാണ്. ഈ ലോകത്തിന് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആശംസയുമായാണ് ക്രിസ്തു പിറന്നത്. സന്തോഷവും സമാധാനവുമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നല്ല മനസ്സ് രൂപപ്പെടുത്തുക. മനുഷ്യനോടും പ്രകൃതിയോടും സമാധാനത്തിലാവുക. സ്വാർത്ഥത വെടിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും നാം തയ്യാറാകുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായി നാം മാറുകയാണ്. ദൈവപുത്രൻ കാണിച്ചു തന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ നമുക്ക് വരവേൽക്കാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.